കാളി തന്നെ മാർഗേ മധ്യേ ചെന്ന് കിടന്നത് ശങ്കരനാരും അച്ഛൻ ദേഹം ചവിട്ടിയ നേരം കാളി തന്നെ കോപമൊഴിച്ച് ശ്രീ കുറുമ്പക്കാവിൽ ശ്രീപീഠത്തും ലവരും ശ്രീഭദ്രകാളി. എല്ലാത്തിനും അവകാശം അവർക്കുണ്ടായിരുന്നു, എല്ലാത്തിനും ഐക്യതയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും കൂടിയായിരുന്നു ഈ കാളി പൂജ ചെയ്തത്. ചില ആൾക്കാർ നേരെ കൊടുങ്ങല്ലൂരിലേക്ക് വരിക ചെയ്യാം ദേവിയുടെ എഴുന്നള്ളത്തിനായിട്ട്. ചില ആൾക്കാർ നേരെ നട അടച്ച് 7 ദിവസം കഴിഞ്ഞ്. കവളമാർഗത്തിലെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? കവളമാർഗത്തിൽ നേദ്യം അതിൻ്റെ ശുദ്ധി അതിപവിത്രമായിരിക്കണം, നിർബന്ധമുണ്ട് നേദ്യത്തിന്. നേദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് എണ്ണ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ്, എണ്ണ കത്തിക്കണമെന്ന് തന്നെ തുടങ്ങാം. ആദ്യം വിളക്കാണല്ലോ നമ്മൾ. ഈ കാളിമാർഗത്തിലേക്ക് മിക്ക തറവാടുകളിലുള്ള ആൾക്കാർ അത് നിത്യപൂജകളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിത്യപൂജകളൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കേണ്ടതാണ്. ശരിക്കും കാളിയുടെ ഉപാസനാ രീതി എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലാണ്. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ആൾക്കാർ വരും, വിളക്ക് വെക്കുന്ന സമയത്ത് ഒരു വിളക്ക് കാണിക്കും. ആ സമ്പ്രദായം മാത്രമേ നമ്മൾ തറവാട്ടിലുള്ളൂ. അല്ലാത്തതൊക്കെ വർഷത്തിലൊരു ക്രിയ ഇതിൽ അവസാനിക്കും. അത് ശുദ്ധതയോടുകൂടി എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇന്ന് മറ്റു മേഖലകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മുഴുവനും ഒരു മഹായാഗം പോലെ ആയിരിക്കും അത് ചെയ്യണത്. കൃത്യമായി ആ സമയത്ത് ഈ കാളിയുടെ ഉപാസന കുംഭത്തിലെ ഭരണിട്ട് മീനത്തിലെ ഭരണികളിൽ എല്ലാ കാവുകളിൽ നടക്കുമ്പോൾ അതൊരു യാഗം പോലെയാണ് സംഭവിക്കുക. കാളിയുടെ ശക്തി അതിസ്വരൂപമായി വർദ്ധിക്കുകയും അത് നമ്മുടെ കുലത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ദേശത്തിനും അതിപവർഫുള്ളായി നിലനിർത്താൻ സാധിക്കും. ആ നേദ്യവിധാനം അതിൽ കൃത്യതയോടുകൂടി പാലിക്കണം. നേദ്യങ്ങളുടെ അലംഭാവം ഉണ്ടായാൽ അത് കോഴിയെ വധത്തോടു കൂടി കെട്ടിച്ചിറ്റി എഴുന്നള്ളിച്ചിട്ടാണ് വരിക. പല സ്വരൂപത്തിലൂടെ വന്ന് ദേവിയെ അത് ഉഗ്രരൂപത്തിലേക്ക് വരുത്തി സ്വരൂപത്തിലൂടെ വന്ന് കെട്ടിച്ചിറ്റി ഇറങ്ങും. ദേവതാ സ്വരൂപമായിക്കൊണ്ട് ആണ് വരിക. ആ ഇറങ്ങി വരുന്ന സമയത്ത് വാള് കയ്യിലെടുത്ത് അരമണി ചെലമ്പെല്ലാം കെട്ടി അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിധാനത്തിലാണ് അതിൻ്റെ രീതികളൊക്കെ. ഓരോ സ്ഥലത്തും ഓരോ വിധാനം, ഓരോ സമുദായത്തിനും ഓരോ വിധാനമാണ്. പക്ഷെ ഇതൊക്കെ കാളിമാർഗ്ഗമാണ്. അത് പവിത്രതയോടുകൂടി അത് എഴുന്നള്ളിച്ച് വന്ന് ആ വടക്ക് ഭാഗത്തുള്ള ദേവിയുടെ നട ഉണ്ടാവും. അവിടെയാണ് തെണ്ടൻ തറ എന്നാ പറയുക. അങ്ങനത്തെ തറകളുണ്ടാവും. വടക്കം വാതിൽ എന്ന് പറയും. അവിടെ കൊടുങ്ങല്ലൂരിൽ ഇരിക്കുന്ന അതേ സമ്പ്രദായം. ആ വടക്കം വാതിലിൽ വെച്ചിട്ടാണ് ഈ ഗുരുതി ദാരികവധം. അപ്പോൾ അവിടുന്ന് തോറ്റത്തോടു കൂടി ചൊല്ലും. അതിലേക്ക് പവിത്രമായ തോറ്റങ്ങളുണ്ട്, പല രീതിയിലുള്ള തോറ്റങ്ങളുണ്ട്. കാളിയുടെ ഉത്ഭവം തൊട്ട് ഈ ദാരികവധം വരെ. ദാരികവധം കഴിഞ്ഞ് സൗമ്യമായിരിക്കുന്ന രീതി. ദാരികവധം കഴിയുന്നതോട് കൂടിയിട്ട് ദേവിയുടെ മറ്റ് നടകളൊക്കെ അടയ്ക്കും. പിന്നീട് ഇവിടെ ഗുരുതി പൂജ ഉണ്ടാവുക. അതിൽ ഗുരുതി അർപ്പണവും ആ പൂജകളും അതിൻ്റെ വെച്ച് നീതി ഉണ്ടാവും. ഉപദേവന്മാർക്കുള്ള വെച്ച് നീതി ഉണ്ടാവും. അതായത് തറവാട്ടിലെ ഗുരുകാരന്മാർ അവർ സേവിച്ചിട്ടുള്ള മൂർത്തികൾ, അതുപോലെ തന്നെ കാളിയുടെ ഉപദേവന്മാർ, കാളിയുടെ ഭൂതഗണങ്ങളായിട്ടുള്ളവർ, അവർക്കൊക്കെ ഉള്ള വെച്ച് നീതി ഉണ്ടാവും അവിടെ. ആ വെച്ച് നീതിയും കഴിഞ്ഞതിന് ശേഷം കാവടയ്ക്കും. കാവടച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ നേരെ കൊടുങ്ങല്ലൂരിലേക്ക് വരിക ചെയ്യാം ദേവിയുടെ എഴുന്നള്ളത്തിനായിട്ട്. ചില ആൾക്കാർ നേരെ ചെയ്യുക എന്താ വെച്ചാൽ അവിടെ 7ാമത്തെ ദിവസം മാത്രം നട അടച്ച് 7 ദിവസം കഴിഞ്ഞ് തുറക്കുള്ളൂ. ആ 7 ദിവസം തുറക്കുമ്പോൾ നമശിവായ ചൊല്ലി പ്രദക്ഷിണം ചെയ്ത് ശിവനെ ജപിക്കണം എന്നാ. അതിൽ തോറ്റം കേട്ടിട്ടുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? തോറ്റങ്ങൾ പല രീതിയിലാണ് വരുന്നത്. പല രീതിയിലാണ് അതിന്റെ തോറ്റങ്ങൾ വരിക. ഒരു തോറ്റം എന്ന് വെച്ചാൽ ദേവിയുടെ ചരിത്രത്തെ കുറിച്ചിട്ടാണ്. പൂർണ്ണമായിട്ട് ചൊല്ലില്ല. പൂർണ്ണമായിട്ട് അതിന്റെ വിധാനത്തിൽ ചൊല്ലാൻ പാടുള്ള രഹസ്യങ്ങളാണ്. അതുകൊണ്ടാണ് നിർമ്മലനായകനായ ഗണേശ്വരനാഥൻ തന്നോട് 3ാം തൃക്കണ്ണിൽ അഴകൊട് വന്നു പിറന്നൊരു കാളി നല്ലൊരു പെണ്ണെ മംഗളരൂപി ധീരത കാളി പിറന്നൊരു സമയെ പാർത്തലമെല്ലാം ഒന്ന് വിറച്ച് നാരായണനും നൊന്തു പറഞ്ഞ് പാൽക്കടൽ വർണ്ണം തുകലെന്നുണർത്തി 1000 കണ്ടു ജപിച്ച് 100,000 കണ്ടു സ്തുതിച്ച് ഈരേഴുലകിന് നാശം വിതച്ചൊരു ദുഷ്ടനസുരനെ കുല ചെയ്യുവാനായി ശങ്കരൻ തന്നോട് തൃക്കണ്ണി ചാടിയ കാളികുമാരി ഗൗരികുമാരി ഇടി എന്ന് ചിലമ്പുമിണക്കി കൺമൺ വില്ലും ശരവുമെടുത്ത് അച്ഛൻ കൊടുത്തൊരു വേതാളപ്പുറമേറി തണ്ടന് മുണ്ടന് കണ്ടാകരണനും ഒറ്റമുലച്ചിയും ഒരുവല്ലുള്ളവൾ ഭൂതപ്രേത പിശാചികൾ എന്നിവ വൻപടയോടെ ദാരികൻ തന്നെ പഠിക്കൽ ചെന്നേ ദാരിക വീരാ പോരിന് വരിക. തൊണ്ടയിൽ മുഴയില്ലാത്തൊരു പെൺകൊടി വന്നേ പിഴ പറയുന്നത് കേട്ടിട്ടിരിപ്പാൻ വർദ്ധിച്ചോരു കോപത്തോടെ ആയുധമേന്തി ചാടിയത് അസുരൻ. അഷ്ടകമലത്തിൽ ഗൗരികുമാരി അസുരൻ തന്റെ ശിരസ്സുമറുത്ത് ചോര നിണത്തിൽ കുടൽമാല കഴുത്തിൽ ശോഭയോടെ അങ്ങനെ പോരും ദേവി. കാളി തന്നുടെ ഗർജനം കൊണ്ട് ആഴികൾ 7 കലങ്ങി മറിഞ്ഞ് ഭൂലോകങ്ങളും ഞെട്ടിവിറച്ച് അമ്മ തന്നുടെ കോപമൊഴിപ്പാൻ എന്തൊരുപായം ചിന്തിച്ചപ്പോൾ ആനകൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാൻ അംബുജകാളി. ആടിനെ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാൻ അംബുജകാളി. കോഴിയെ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാൻ അംബുജകാളി.
കാളി തന്നെ മാർഗേ മധ്യേ ചെന്ന് കിടന്നത് ശങ്കരനാരും അച്ഛൻ ദേഹം ചവിട്ടിയ നേരം കാളി തന്നെ കോപമൊഴിച്ച് ശ്രീ കുറുമ്പക്കാവിൽ ശ്രീപീഠത്തും ലമരും ശ്രീഭദ്രകാളി. അങ്ങനെയാണ് പറയുക. എൻ്റെ ബാക്കി ഇതാണുണ്ട്, അത് കുല അടിസ്ഥാനപരമായിട്ടാണ് പറയും. ആ ആ കോപം അടക്കിക്കൊണ്ട്, അതാണ് നേരെ മുന്നിൽ ശിവനിരിക്കും. കണ്ടില്ലേ, ദേവിയുടെ നേരെ മുന്നിൽ ശിവനിരിക്കും. ശിവൻ അങ്ങനെ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഉഗ്രരൂപത്തോട് കൂടിയിരിക്കുന്ന ദേവിയുടെ മുന്നിലൊക്കെ ശിവനുണ്ടായി. ശിവന് മാത്രമേ ആ കോപത്തെ നിയന്ത്രിക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് ഗുരുമുഖത്തിരുന്ന് മാത്രമേ ഈ വിദ്യ പഠിക്കാവൂ. അല്ലെങ്കിൽ ഇതിന് ഈ മദ്യമാവുമ്പോൾ അതിൻ്റെ നാശങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ള. അപ്പോൾ ഗുരുമുഖത്തിരുന്ന് കൃത്യമായി ശിവ ഉപാസനയിലൂടെ, ശിവൻ തന്നെയാണ് ആദ്യ ഗുരു. ആദ്യ ഗുരു ആരാണ്? പരമശിവൻ. ഗുരുമുഖത്തിരുന്ന് തന്നെ ഇത് പഠിച്ച് പോരണം. ഈ തോറ്റം വിളിയിലൂടെ ആണ് ആ പുരഹര ഭഗവാൻ തന്നെ, ആ ശിവനെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ വരും. അദ്ദേഹത്തെ വന്ന് നമശിവായ ചൊല്ലി ദേവിയെ ശാന്ത സ്വരൂപത്തിലാക്കി ബാലസ്വരൂപത്തിലോട് ഇരുന്നു കൊണ്ട് തൊഴുത് നമസ്കരിച്ച് മലർനിവേദ്യം ചെയ്ത് 7ാമത്തെ ദിവസം ഒരു വിധാന പൂജ ചെയ്യും. അന്ന് എല്ലാ ക്രിയകളും നടക്കും. ചിലയിടത്ത് ഉപദേവന്മാർക്ക് ഒരു ഗുരുതി കൂടിയും കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കും. ചില സ്ഥലങ്ങളിൽ ഒരു നേദ്യം കൊണ്ട് മാത്രം തന്നെ ഇതിനെ അവസാനിപ്പിക്കും. അങ്ങനെയാണ് അതിന് നേദ്യവിധാനങ്ങൾ ഇരിക്കുന്നത്. ഇതിനും ചില സ്ഥലങ്ങളിൽ ഇതിന് വെള്ളരി കർമ്മം എന്ന് പറയും. വെള്ളരി കർമ്മം എന്ന് പറയുന്ന രീതി, അത് പീഠം ഇട്ടുകൊണ്ട് വെള്ളരിയായിട്ട് തമ്പുരാട്ടിക്ക് പീഠം ഇട്ടുകൊണ്ട് ദേശക്കാരൻ മുഴുവൻ വിളിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം. അതിൽ ഇപ്പോൾ നമ്മളവിടെ ഒരു പൂജ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഭൂമി എന്ന് പറയുന്ന ഒരാളെ വിളിക്കും. ഭൂമി എന്ന് പറയുന്നത് ഭൂമിക്കാരെന്നാണ് പറയുക, ഭൂമിയുടെ അവകാശികൾ എന്നാണ് പറയുക. അത് ഹരിജന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ ദേശ നേതാവ് ഉണ്ടാവും. അതായത് അവരുടെ മേൽശാന്തി എന്ന് പറയും. തന്ത്രി അല്ല, മേൽശാന്തി. തന്ത്രി എന്ന് പറയുന്നത് കള്ളാടി എന്ന് പറയുന്ന ആളാണ്. അവരുടെ ക്രിയകളൊക്കെ നടത്തേണ്ട ഒരാളുണ്ട്, അദ്ദേഹമാണ് തന്ത്രി. ഈ മേൽശാന്തി അറിയുന്ന ഒരാൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഭൂമിയുടെ അവകാശം ചോദിച്ച് സമ്മതം വാങ്ങിക്കും. ഈ കാളി പൂജയിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ വിഭാഗങ്ങൾക്കും അവിടെ സ്ഥാനമുണ്ട്. എല്ലാ വിഭാഗങ്ങളും ഒരു കാളി പൂജ നടക്കുന്ന ഒരു തറവാട്ടിൽ ഉണ്ടായിരിക്കണം നിർബന്ധം. അവർക്കൊക്കെ അവിടെ ചടങ്ങുണ്ട്, അവർക്കൊക്കെ അവകാശമാണ് അവിടുത്തെ പൂജ. ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ? എല്ലാ ഹരിജനം തൊട്ട് ആശാരി, മൂശാരി, തട്ടാൻ, പെരുങ്കൊല്ലൻ, പെരുന്നാൻ വരെയുള്ള പെരുന്നാമാരാണ് മാറ്റിക്കൊണ്ടിരിക്കുക. തോറ്റം ചൊല്ലർ അവരാണ്. ആശാരിമാരാണ് നറുക്ക് വിധാനങ്ങൾ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഹരിജന വിഭാഗങ്ങളിലാണ് ആദ്യം നമ്മുടെ ഭൂമി സമ്മതം നമുക്ക് തരുന്നുണ്ട്. അവരെല്ലാ കാര്യത്തിൻ്റെയും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൂശാരിമാരാണ് ഈ വാള് കടയിലും മറ്റു വാളിൻ്റെ അരമണി ചലമ്പും മറ്റു കാര്യങ്ങളുടെയൊക്കെ കൃത്യത വരുത്തേണ്ടത്. അങ്ങനെ എല്ലാ വിഭാഗവും ഒരുമിച്ചാണ് ഒരു വർഷത്തിൽ കൂടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് അന്നായിരുന്നു നമ്മൾ കെട്ടുറപ്പും ഉണ്ടായിരുന്നത്, ഐക്യതയുണ്ടായിരുന്നു. പക്ഷെ ഇതിലിടയ്ക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ, തന്ത്രത്തിൻ്റെ അതിഭയങ്കരമായ പ്രസരം, വൈദിക ധർമ്മത്തിൻ്റെ അതിഭയങ്കരമായ പ്രസരം കൊണ്ട് വൈദിക ധർമ്മത്തിലെ ചില ആൾക്കാർ അത് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് പോയി. ഇപ്പൊ ശരിക്കും അത് തുടരുന്നില്ല. അത് തുടരുന്നുണ്ട്. ഇപ്പൊ ചില കാവുകളിൽ മാത്രമേ ഉള്ളൂ ഈ വിധാനം. ഇപ്പൊ ഈ വെള്ളരി ഇടുന്ന കർമ്മ 8 സ്ഥലത്ത് നേദ്യം വെക്കും. ഈ 8 നേദ്യങ്ങളും കോമരം കൊട്ടി തമ്പുരാട്ടി കോമരം ഇറങ്ങി വന്ന് ഓരോ വിധാനക്കാരെ വിളിക്കുക ചെയ്യുക. ഈ തറവാട്ടിലുള്ള ആൾക്കും ഇതേപോലെ ഒരു നാക്കലയിൽ വെച്ച് രാവിലെ മലര്, പഴം, ശർക്കര, നാളികേരം, അത് ആ ഒരു നേദ്യത്തിനെ ആ തറവാട്ടുകാരന് അധികാരമുള്ളൂ. ബാക്കിയുള്ള ഓരോ നേദ്യം ഓരോ ദേശത്തെ ഓരോ തറവാട്ട് ഓരോ വിഭാഗങ്ങൾക്കുള്ളതാണ്. അത് വലിച്ചിങ്ങനെ കൊടുക്കും കോമരം വന്നിട്ട്. അത് അവർ വന്ന് ഏറ്റെടുത്ത് പോകും. എല്ലാത്തിനും അവകാശം അവർക്കുണ്ടായിരുന്നു. എല്ലാത്തിനും ഐക്യതയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും കൂടിയായിരുന്നു ഈ കാളി പൂജ ചെയ്തിരുന്നത്. ഇത് പോയി. ഇതാണ് ഈ പവിത്രതയാണ് നമുക്ക് നിലനിൽക്കേണ്ടത്. ഇത് നിലനിന്നാലേ നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒഴുക്കും ഒരേപോലെയാവും. അതുകൊണ്ട് ഇതിൻ്റെ വ്യതിചലനത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ കാളിമാർഗത്തിലൂടെ നമ്മുടെ ഉദ്ദേശം. അതാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ വരാനും ഇതിൽ വന്നിത് പറയണമെന്ന് പറയുമ്പോൾ വരാനും ഒക്കെ ഉണ്ടായിരുന്നു. നമസ്കാരം. പണ്ഡിതൻ ശ്രീ കൃഷ്ണൻ പുന്നപ്പാലയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ കൃഷ്ണനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.